ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ലക്കി ചാൻസ് വീടാണ്. മെയിൻ ഹൈവേ എന്ന് വെറും 300 മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടേജിൽ 54 സെന്റ് സ്ഥലവും വീടും കൂടിയാണ്. ഇവരിട്ടേക്കണ വില അനുസരിച്ച് ഈ 54 സെന്റ് സ്ഥലത്തിന് 20 ലക്ഷം രൂപ പോലും വില വീഴണമെന്നുള്ളത്. എല്ലാ സൗകര്യവും 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. അടിപൊളി ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട്, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത്രയും വില കുറവാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം വിളിക്കാൻ പാടില്ല കേട്ടോ. കാരണം ഡീറ്റെയിൽ കേൾക്കാണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. അതുപോലെ തന്നെ ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം മാത്രം വീഡിയോ കാണാം. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മളിതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ പറമ്പിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മാവ്, പ്ലാവ്, തെങ്ങ്, തേക്ക്, 5 തേക്ക് തന്നെ ഉണ്ട്. കായ്ഫലമുള്ള 8 തെങ്ങുണ്ട്. ഇഷ്ടംപോലെ വാഴ, റംബൂട്ടാൻ, മംഗോസി, അങ്ങനെ പേര, ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങൾ. അതായത് ഇവര് ഇട്ടേക്കണ വില അനുസരിച്ച് ഈ 54 സെന്റ് സ്ഥലത്തിന് 20 ലക്ഷം രൂപ പോലും വില വീരല്ല. ഇവിടെ താമസമില്ല. ഇവര് മധ്യപ്രദേശിലാണ്. അപ്പൊ ഈ വീട് പൂട്ടിയിട്ടേക്കണം. കാരണം ഇത് ഉപയോഗിക്കാണ്ടിരുന്നിരുന്നെങ്കിൽ ഇത് നശിച്ചു പോകത്തേ ഉള്ളൂ. അത് കാരണം ഇവരിത് കൊടുത്തു ഒഴിവാക്കണം. ഇവർ അവിടെ തന്നെ സെറ്റിൽ ആകാൻ പോണേ. അപ്പൊ അതുകൊണ്ടാണ് ഈ വീട് കൊടുക്കണം. ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ, അതിന്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കട്ടെ. അത്രയും നല്ല സെറ്റപ്പുള്ള വീടാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ കേരളത്തിൽ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ വീടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ ചെയ്ത്, അത് കഴിഞ്ഞൊരു കോട്ടയം ചെയ്ത്, പത്തനംതിട്ട ചെയ്ത്, അങ്ങനെ എല്ലാ ജില്ലയിലും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെ വീട് വേണമെങ്കിലും നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാന്ന് പറയാം. അപ്പൊ അതനുസരിച്ചുള്ള വീടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പിന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. നിങ്ങളൊക്കെ കാണുന്ന ഔട്ട് ഹൗസ് ആണ്. അതായത് സർവന്റിനൊക്കെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഈ വീട്ടിലാണെങ്കിൽ 2 കിണറുണ്ട്. നിൽക്കൊക്കെ തേക്കാണ്. എല്ലാ സൗകര്യവും 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നുള്ളതാണ്. കണ്ട, ഇഷ്ടംപോലെ സ്ഥലമാണ്. കൃഷി ചെയ്യാനും എന്ത് ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലം. ഇഷ്ടംപോലെ വാഴയുടെ കൊലച്ചിരിപ്പുണ്ട്. നിങ്ങളിത് വാങ്ങിക്കണമെങ്കിൽ വാഴയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊല കെട്ടാൻ പറ്റും. അപ്പൊ അതേ കൂട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു വീടാണിത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ, ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോയിലും നമ്മളൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടംപോലെ വാഴയും കാര്യങ്ങളൊക്കെയാണ് നട്ടുപിടിപ്പിച്ചേക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു വീടാണിത്. അത്രയും സെറ്റപ്പ് ഉള്ള വീട്. നിങ്ങൾ ഈ വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഈ വീടിന് 4 ബെഡ്റൂമുള്ള വീടാണിത്. പിന്നെ ഇതിനാകപ്പാട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൽ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇത്തിരി ഇതായിട്ട് കിടക്കണം. ഈ പുല്ലൊക്കെ വെട്ടി ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ആ ഫ്രണ്ടിൽ നിന്ന് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് വീട് വരെ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ വീടിന്റെ ലുക്കേ മാറും. കാരണം ഈ മരങ്ങളൊക്കെ ഇഷ്ടംപോലെയുള്ള ഇലകളൊക്കെ വീണ് ഒരിതാണ്. പിന്നെ ഈ വീട് പുട്ടിയിട്ട് പെയിന്റ് അടിക്കണം. ഇത് പെയിന്റ് ചെയ്യാനുണ്ട്. കാരണം ഇത് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചിട്ടില്ല, വെറുതെ വൈറ്റ് അടിച്ച് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിയിട്ടൊന്ന് പെയിന്റ് അടിക്കുക. പിന്നെ ഈ വീടിന് ആളുകളുടെ ഒരു ന്യൂനത എന്ന് പറയാൻ വേണ്ടിയുള്ളത്, ഇത് 2018 വെള്ളം കയറിയ സ്ഥലമാണ്. അതായത് അധികമൊന്നും കയറിയില്ല, ഒരു 2 അടി ഹൈറ്റിന് വെള്ളം കയറിയാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ന്യൂനതയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം 36 ഡാം ഒരുമിച്ച് തുറന്നിട്ടാണ്. അപ്പൊ എന്ത് വന്നാലും ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരെ വെള്ളം കയറിയാണ്. എന്ന് വെച്ചാൽ എയർപോർട്ട് കൂട്ടിയില്ല. ഈ വാതിലൊക്കെ കണ്ട, ഇതൊക്കെ തേക്കാണ്. ഈ വിതക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പളവളാന്നുകൊണ്ടിരിക്കും. അത് നല്ല ലുക്കുമായിരിക്കുള്ളൂ. കാരണം എല്ലാ സൗകര്യവും തൊട്ടടുത്ത് തന്നെ മാർജിൻ ഫ്രീയും കാര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട്. മാർക്കറ്റും, പിന്നെ ഫുള്ള് CCTV ആണ്. എന്താ ഇവിടെ ഒരു കോട്ടിയാട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മുകളിൽ നല്ല വെളിച്ചം കിട്ടും. ഉണ്ടോ? അത് നല്ല ന്യൂ മോഡലിൽ പണിത ഒരു വീടാണ്. ഇതൊരു പൂജാ സെറ്റപ്പിന് വേണ്ടി പണിതിന്. ഇപ്പൊ ക്രിസ്ത്യൻസ് ആണ് അങ്ങനെ എടുത്തിട്ട് വെറുതെ വെച്ചേക്കണത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. ഉണ്ടോ? അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്, ലിവിങ് ഏരിയ, ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ, ഇതുവരെ ഹാളിൽ തന്നെ ഒരു ഷോക്കേഴ്സ് ഉണ്ട്. പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത് ആറന്മുളയാണ്. ആറന്മുള അമ്പലത്തിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഈ വള്ളസദ്യ കിടക്കുന്ന ആറന്മുള ക്ഷേത്രം കേട്ടില്ലേ? കിച്ചണൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുകളിൽ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കബോർഡും കാര്യങ്ങളൊക്കെ പണിയാവുന്നതേ ഉള്ളൂ. കാരണം നല്ല ഫെസിലിറ്റികളാണ്. ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ പണിത് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് വേറെ ലെവലായിരിക്കുള്ളൂ. വേറെ ഒരു പണി എടുക്കണ്ട. കാരണം ഈ 54 സെന്റ് സ്ഥലത്തിന് ശരിക്കും പറഞ്ഞാൽ 20 ലക്ഷം രൂപയിലും വില വീഴല്ല. കാരണം ഇത് മണലി പണിത വീടാണ്. കാരണം എം സാൻഡും പി സാൻഡൊന്നും അല്ല.
നല്ല ആറ്റുമണലിൽ പണിത വീടാണ്, ഒരു കംപ്ലൈന്റും ഇല്ല. നമ്മളിപ്പോ ഇതേപോലത്തെ ഒരു വീട് പണിയണമെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണിയണമെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാലും ഒരു 75 ലക്ഷം രൂപ മുടക്കാണ്. പിന്നെ 54 സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയും. അപ്പൊ ഒരുപാട് വില വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിൽ ചോദിക്കണ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 95 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ നിങ്ങൾ അതേപോലെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാവും. അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ്. ഞാനിപ്പോ കണ്ടിട്ട് ഭയങ്കര ലക്കി ചാൻസ് വീടുണ്ടാവും. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, എല്ലാ സൗകര്യവും. നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വാങ്ങിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെ പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി നല്ല ലെവലാക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഇടാം. അപ്പൊ ഇന്റർലോക്ക് ഇട്ട് പിന്നെ പൊട്ടിയിട്ട് പെയിന്റും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലെവലായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും പണി ഇവര് ചെയ്തിട്ടുണ്ട്. ബാക്കി പണി നിങ്ങൾ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് പൈസ ഇതിനകത്ത് മുടക്കുക, ഈ വീട് വേറെ ലുക്കാവും. മുകളിലോട്ട് വരുമ്പോ ഈ ഹാൻഡ് റെയിലും കാര്യങ്ങളും ഈ സ്റ്റെപ്പൊക്കെ കണ്ട ഫുൾ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോ ഇവിടെ മധ്യപ്രദേശിലാണ് താമസിക്കുന്നത്. അത് കാരണം ഇവർക്ക് നോക്കാനൊന്നും ഇത് പൂട്ടിയിട്ടേക്കാണ്. അതുപോലെ തന്നെ 4 ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്. CCTV നമുക്ക് മൊബൈലിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ കാണാം. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. നല്ല സെക്യൂർ ആയിട്ട് പണിതേക്കുന്ന ഒരു വീടാണ്. റൂമൊക്കെ നല്ല സെറ്റപ്പാണ്. ഈ മുകളിലത്തെ നിലയിൽ പെയിന്റിങ്ങിന് വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. താഴത്ത് മാത്രമേ ഉള്ളൂ. കാരണം ഇവരിത് കുറച്ച് നാൾ വാടക കൊടുത്തായിരുന്നു, പിന്നെ അവരത് മാറ്റി. കാരണം ഇത് നോക്കാൻ പറ്റാത്ത വാടകക്കാരെ മാത്രം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്കൊന്നും നോക്കാൻ പറ്റാത്ത ഒരു സെറ്റപ്പാണ്. അപ്പൊ അവരത് വിൽക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ പിന്നെ ഇതിന്റെ കോമ്പൗണ്ട് വാൾ ചുറ്റിനും മതിലേറ്റി എല്ലാരും, അതായത് ഫുൾ സെക്യൂർഡ് ആണ് ഈ വീട്. പിന്നെ നമ്മള് സർവൈന്റ് താമസിക്കാനുള്ള ഇതൊക്കെ ഏകദേശം ഒരു 60% പണി കഴിഞ്ഞിരിക്കണേ. അതിന്റെ ഫ്ലോർ ഇടാനുണ്ട്, ഫുള്ള് തേപ്പൊക്കെ കഴിഞ്ഞിരിക്കണം. അതൊന്ന് പെയിന്റ് ചെയ്യണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവന്റ് ബാത്റൂമും സെറ്റപ്പാണ്. എല്ലാത്തിനും ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ പക്കാ ഫെസിലിറ്റി ഉള്ള വീട് ആറന്മുള. പിന്നെ നമ്മൾ ആകപ്പാട് ഒരു ന്യൂനത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വെള്ളം കയറി 2 അടി ഹൈറ്റോളം ഇവിടെ വെള്ളം കയറി. ഒരുപാട് വെള്ളമൊന്നും കയറില്ല, 2 അടി ഹൈറ്റോളം ഉണ്ട്. സോപാനമൊക്കെ ഉണ്ട്, ബാൽക്കണി സോപാനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ 2014 വെച്ചാൽ അത്രയും ഡാം ഒരുമിച്ച് തുറന്നു വിട്ടത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. അത് മനഃപൂർവ്വം ചെയ്ത കൂട്ടുള്ള പരിപാടിയായി പോയി. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരെ വെള്ളം കയറിയും എന്ന് വെച്ചാൽ എയർപോർട്ട് കൂട്ടിക്കളഞ്ഞില്ല. നമ്മള് അതിക്ക് മുന്നേയും അത് കഴിഞ്ഞിട്ടും വെള്ളം കയറിയിട്ടുണ്ടെന്ന് മാത്രം നോക്കി വെച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നം വിടില്ല. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു ഏരിയ. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക. ഇവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തുണി ഉണക്കാനും പിടിക്കാനൊക്കെ ഇവിടെ തന്നെ സൗകര്യമുണ്ട്. നല്ല അടിപൊളി ഒരു ഏരിയ. കാരണം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സെറ്റപ്പാണ്. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ.